Hello Magle, Aparum Marker, Nale, Vaiganeram, Yara, Vaiganeram, Kritim, Eda Karikin Namada, backlog series in the orientation Adagamond, the backlog series and then Aria to Ergavendite, Magle plus fun, number of participants, Pakshakore, Gutigal, either item, other chapters and either Moon Nalan chapters on either proper idea Padicata, Avarkavendite, art chapters, they miss either way chapters, complete it, cover China Idil, Random Moonum particle light, live it, cover China Idil, number backlog series plan ചെയ്തത് നമ്മുടെ +1 AGNI ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തവരാണെങ്കിലും ഓൾസോ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ഈ ബാക്ക്ലോഗ് സീരീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും അതുകൊണ്ട് ഈ ബാക്ക്ലോഗ് സീരീസിൽ പങ്കെടുക്കുക അതായത് പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിൽ പെട്ട ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ബാക്ക്ലോഗ് സീരീസിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അതിന്റെ ഓറിയന്റേഷൻ അതായത് എങ്ങനെയാണ് നമ്മൾ ബാക്ക്ലോഗ് സീരീസിൽ പഠിക്കേണ്ടത് അതിന്റെ ടൈം ടേബിൾ എന്തായിരിക്കും എല്ലാ കാര്യങ്ങളും നാളെ ഞായറാഴ്ച ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം ഓൾറെഡി ജോയിൻ ചെയ്തവരും ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവരും ഒക്കെ നാളത്തെ ലൈവിൽ പങ്കെടുക്കണം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അത് ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങുക ഇനി നിങ്ങൾ ഇപ്പോൾ സംശയത്തിലിരിക്കുകയാണ് സർ ഞാൻ ഇങ്ങനത്തെ ഒരു സീരീസിൽ പങ്കെടുക്കണോ ഞാൻ അതിന്റെ സമയം ഇൻവെസ്റ്റ് ചെയ്യാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് മക്കളെ നിങ്ങൾക്ക് ഇനി കുറച്ച് മാസങ്ങളെ നിങ്ങളുടെ പക്കലുള്ളൂ അതായത് സെപ്റ്റംബർ ഇൻക്ലൂഡ് ചെയ്താൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഇതിൽ രണ്ടെണ്ണത്തിൽ ഞാൻ റോങ് ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും മാസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ പബ്ലിക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതായത് മക്കളെ നമുക്ക് ഫിസിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുക്കാം എല്ലാവർക്കും ഫിസിക്സ് പഠിക്കാനുണ്ടാവും അപ്പോൾ ഫിസിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 14 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉള്ളത് ആദ്യത്തെ ചാപ്റ്റർ പഠിക്കാനില്ല അപ്പോൾ 14 ചാപ്റ്ററേ നമുക്ക് ബാക്കിയുള്ളൂ അപ്പോൾ 14 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ച് തീർക്കണം റിവിഷൻ അടക്കം തീർക്കണം അപ്പോൾ അതെങ്ങനെ തീർക്കും അതിനുള്ളൊരു പ്ലാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ഇങ്ങനെ പഠിച്ചാൽ ആ 14 ചാപ്റ്റേഴ്സ് നമുക്ക് അടിപൊളിയായി തീർക്കാൻ പറ്റും അതായത് സെപ്റ്റംബറിൽ നമുക്ക് എന്ത് ചെയ്യണം സെപ്റ്റംബർ കഴിയുന്നതോടെ നമ്മൾ 5 മാറും തീർക്കണം ഒക്ടോബറിൽ 7, 8, 9 നവംബറിൽ 9, 10, 11 ഡിസംബറിൽ നമുക്ക് പഠിക്കാൻ സമയം ഉണ്ടാവില്ല കാരണം ക്രിസ്മസ് പരീക്ഷ വരും അതിന് റിവൈസ് ചെയ്യണം ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റിവൈസ് ചെയ്യുന്നതിലുപരി നിങ്ങൾ അതിനെ കാണേണ്ടത് എങ്ങനെയാണ് ഈ 11 ചാപ്റ്റേഴ്സും നിങ്ങൾ റിവൈസ് ചെയ്യാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെന്താ കാര്യം നിങ്ങളത് പഠിച്ച കാര്യങ്ങൾ ഒന്ന് സെറ്റാക്കി ഫുൾ റെഡിയാക്കി ആ എക്സാം ലെവലിലേക്ക് ആക്കിയിട്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിനെ ചിന്തിക്കണം വെറുതെ ക്രിസ്മസ് എക്സാം ഉള്ളത് കൊണ്ട് ഞാൻ റിവൈസ് ചെയ്യുന്നു എന്നതിലുപരി നിങ്ങൾ ആ പഠിച്ച ചാപ്റ്റേഴ്സ് പഠിച്ചു എന്ന് ഉറപ്പിക്കണ്ടേ അപ്പോൾ അത് നമ്മൾ ഡിസംബർ മൊത്തം അതിനായിരിക്കും പോവുക കാരണം ഫിസിക്സ് മാത്രമല്ല ഉള്ളത് പിന്നെ ജനുവരിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 3 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള സമയം ഉണ്ടാവും പിന്നെ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് എന്താണ് ഫൈനൽ എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ ഫുൾ സബ്ജക്ട്സിൻ്റെ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ ആയിരിക്കും ചെയ്യാൻ അതല്ലാണ്ട് ആ സമയത്ത് ചാപ്റ്റർ പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല ഇനി ഒബ്വിയസ്ലി ഇതൊരു കുറച്ച് ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഐഡിയൽ പ്ലാൻ ആണ് ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡിസംബറിൽ വേണം എന്ത് ചെയ്യുക 11ാമത്തെ ചാപ്റ്റർ പഠിക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പക്ഷേ കുറച്ചേ പറ്റുണ്ടാവുള്ളൂ ഒരു 5% അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതിൽ നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഗിവൺ നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 90 അല്ലെ 95% മുകളിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കരുത് അതായത് ഞാൻ നവംബർ ആകുമ്പോൾ സാറ് പറഞ്ഞ 15 ചാപ്റ്റർ ഞാൻ അത്രയും തീർക്കുന്നില്ല ഞാൻ 8 ചാപ്റ്റർ തീർക്കുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബാക്കിയുള്ള ചാപ്റ്റർ അപ്പോൾ പഠിക്കും എനിക്കറിയില്ല ഓക്കെ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ അപ്പം ഇതാണ് ഒരു ഐഡിയലൈസ് പ്ലാൻ ഇതിന്ന് കുറച്ച് ഡീവിയേഷൻസ് വരുത്താം പക്ഷേ ഓവറോൾ ഇങ്ങനെ ഉണ്ടാവണം അപ്പം ഒരു കാര്യം നിങ്ങൾ ഇത് പ്രകാരം മനസ്സിലാക്കേണ്ടത് ഇത് പ്രകാരം സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും നിങ്ങൾ 5 ചാപ്റ്റേഴ്സ് ഓൾറെഡി തീർത്തിട്ടുണ്ടാവണം 1, 2, 3, 4 നിങ്ങൾ തീർത്തു എന്നാണ് ഈ പ്ലാൻ പറയുന്നത് അത് അസംഷനിലാണ് ഈ പ്ലാൻ മുന്നോട്ട് പോകുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ ആ 1, 2, 3, 4 തീർത്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത് ഫോളോ ചെയ്യും ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ എങ്ങനെ ഇത് പ്രകാരം പഠിക്കും അപ്പോൾ അവിടെയാണ് ബാക്ക്ലോഗ് സീരീസിന് ഇമ്പോർട്ടൻസ് വരുന്നത് ആ 1, 2, 3, 4 പ്രോപ്പറായിട്ട് തീർക്കാത്തവർക്ക് ഇതാണ് വൺ ആൻഡ് ഓൺലി ചാൻസ് അത് നിങ്ങൾക്ക് ഈ സമയത്ത് തീർക്കാൻ ഉണ്ടാവില്ല കാരണം ആ സമയമാകുമ്പോൾ ചിലപ്പോൾ വേറെ ബാക്ക്ലോഗ്സ് വരും വേറെ ചാപ്റ്റേഴ്സ് ഇതുപോലെ പെൻഡിങ് ആയി വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ദി വൺ ആൻഡ് ഓൺലി ചാൻസ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം കൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ആ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് 100% തീർക്കുക ബാക്ക്ലോഗ് സീരീസിന് ഏറ്റവും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും തരിക ഒബ്വിയസ്ലി യൂട്യൂബിലും നിങ്ങൾക്ക് പഠിക്കാം യൂട്യൂബിലെ ക്ലാസ്സസ് യൂട്യൂബിൽ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ഓൾറെഡി വെച്ച് ക്ലാസ്സസ് മാത്രം വെച്ച് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സും പഠിക്കാം ഒരു കുഴപ്പമില്ല ഓക്കെ പക്ഷേ ആ ഒരു സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസിൽ ബാക്ക്ലോഗ് സീരീസിൽ വന്നിരുന്ന് പങ്കെടുക്കുകയായിരിക്കും ബെസ്റ്റ് ആ ഒരു ഡിസിഷൻ നിങ്ങൾ തീരുമാനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കുക എനിവേ ബാക്ക്ലോഗ് സീരീസിന് വേണ്ടി നിങ്ങൾ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇനി ജോയിൻ ചെയ്യുന്നവർക്ക് അഗ്നി ബാച്ചിൻ്റെ ഫീസും
മാത്രം കൊടുത്താൽ മതി, നിങ്ങൾക്ക് ബാക്ക്ലോഗ് സീരീസ് കിട്ടും. കൂടാതെ അഗ്നി ബാച്ചിലുള്ള കംപ്ലീറ്റ് പോർഷൻസിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസ്, PYQs, ലൈവ് ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഫീസിൻ്റെയോ അല്ലെങ്കിൽ കോസ്റ്റിൻ്റെയോ ഒരു ചോദ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഈ സീരീസിൽ പങ്കെടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഗിവൺ നിങ്ങളുടെ സാഹചര്യം ഇതാണെങ്കിൽ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഫിസിക്സിന് മാത്രമല്ല എല്ലാ സബ്ജക്ട്സിനും ഇത് ഇങ്ങനെ തന്നെയാണ്. കെമിസ്ട്രിയിൽ മാത്രം ഡിലീറ്റഡ് ചാപ്റ്ററിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സിമ്പിളായി കിട്ടും. പക്ഷേ ബാക്കിയുള്ള സബ്ജക്ട്സിനൊക്കെ ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഒക്കെ കഥ ഏതാണ്ട് ഇതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സീരിയസ് ആയിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് മാക്സിമം മാർക്ക് നേടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അതിൽ ബാക്ക്ലോഗ് സീരീസിൽ എങ്ങനെ പങ്കെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷയിൽ ഈ ഒരു കംപ്ലീറ്റ് സിലബസ് തീർത്ത് ഫുൾ മാർക്ക് ആ സമയമാകുമ്പോൾ അല്ലെങ്കിൽ 95% മുകളിലൊക്കെ ആ പരീക്ഷ സമയമാകുമ്പോഴത്തേക്കും നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന രീതിയിൽ റെഡിയാക്കാം എന്നുള്ള കാര്യങ്ങൾ നാളെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഒരു കാരണവശാലും നാളത്തെ ലൈവ് മിസ് ചെയ്യരുത്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഉള്ളവരൊക്കെ വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവർ, ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം മൺഡേ മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ കുറച്ച് ക്ലാസ്സസ് മിസ് ചെയ്യേണ്ടി വരും. ഒബ്വിയസ്ലി ലൈവ് ക്ലാസ്സിൻ്റെ ഒക്കെ റെക്കോർഡിംഗ് ഉണ്ടാവും, എങ്കിൽ പോലും ലൈവ് ആയിട്ട് നിങ്ങൾ മിസ് ചെയ്യേണ്ടി വരും. സോ വേഗം തന്നെ താഴെ നമ്പർ കൊടുത്തിട്ട് മക്കളെ അഡ്മിഷൻ എടുക്കുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് നാളെ വൈകുന്നേരം കാണാം.